ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 5 നമ്മുടെ തലപതി വിജയ് നായകനായ ഗോഡ് പടം ഇറങ്ങി. ആദ്യം തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഗൈസ്. നമ്മൾ ട്രെയിലർ കണ്ടിട്ട് പലർക്കും ഡീകോഡ് ചെയ്തിട്ടും കാര്യങ്ങളൊന്നും ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ല. സ്വാഭാവികമായിട്ടും എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താണ്, മറ്റേ ആ മോൻ വിജയുടെ VFX കാര്യങ്ങളും അതൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്കറിയാമായിരുന്നു പടം ഊമ്പുന്നത്. പക്ഷെ ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പ്രവചിച്ച പോലെ 100% നടന്നിരിക്കുന്നു ഗൈസ്. പടം വൻ പരാജയം. കാട്ടവരാതം എന്ന് പറയില്ലേ, അതാണ് ഈ പടം. ഇന്ത്യൻ 2ക്ക് ശേഷം അടുത്തൊരു തമിഴ് സിനിമ ഇത്രയും കാട്ടവരാതായിട്ട് ഇറക്കിയ ഒരു പടമാണ് ഗൈസ് ഗോട്ട്. 3 മണിക്കൂർ 3 മിനിറ്റ്. എൻ്റെ പൊന്നോ, ഉറങ്ങി ചത്ത്. കാര്യം ഇങ്ങനെ 4 മണിക്കാണ് പടം കാണാൻ പോയത്. അതാലോചിക്കണം, എന്തിൻ്റെ കേടായിരുന്നു എനിക്ക്. ഇപ്പോൾ ഗൈസ് പടത്തിലേക്ക് വരാം. ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ അച്ഛൻ വിജയ് നമ്മുടെ കഥാപാത്രങ്ങളൊക്കെ പിടിച്ച് പയ്യെ കഥ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ മോൻ വിജയുടെ എൻട്രി. എൻ്റെ മോനെ, വെങ്കിട്ട് പ്രഭു ക്യാ ഹുവ, എന്താണ് കാണിച്ചു വെച്ചേക്കണേ. വന്ന് മുടി ദേ ഇങ്ങനെ ഒരു സാധനം ഇട്ടിട്ട്, മറ്റേ എൻ്റെ പൊന്നു, ഇങ്ങനൊരു സാധനം ഇട്ടിട്ട് കാതിലൊരു കടുക്കനും, പിന്നെ എന്താ പറയണേ, മറ്റേ 2000-ൽ പോക്കിരിക്ക് മുമ്പിറങ്ങിയ പുള്ളിയുടെ പടങ്ങളിൽ ഇടുന്ന പോലെ ഒരു വാച്ചും 2 ഇതും. റഷ്യന്നാണ് പുള്ളിനെ കിട്ടിയത്. എന്നിട്ടാന്ന് ഓർക്കണം ആ കോലം. എന്താണ് കാണിച്ചു വെച്ചേക്കണേ. ആ ഒരു പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മോൻ വിജയ് ഇതിലൊരു മെയിൻ കഥാപാത്രമാണ്. ഇടയ്ക്ക് വന്ന് പോണ കഥാപാത്രമാണെങ്കിൽ ഓക്കെ, നമുക്ക് പറയാം, എന്തെങ്കിലുമൊക്കെ കാണിക്കാം. പക്ഷേ ഈ മെയിൻ കഥാപാത്രത്തിൽ ഇത്രയും കൂറ ലുക്കും ഇത്രയും കൂറ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ കാണണം കഴിച്ച്. 2005-6 കാലഘട്ടങ്ങളിൽ വിജയുടെ പടത്തിൽ വിജയ് ഇടുന്ന കോസ്റ്റ്യൂമില്ലേ, അതുപോലത്തെ കോസ്റ്റ്യൂം. എന്തൊരപരാധ. ഫസ്റ്റ് ഹാഫ് ഉണ്ടല്ലോ ഗൈസ്, അൺസഹിക്കബിൾ. പിന്നെ ഇതിൻ്റെ പാട്ടുകൾ, ആദ്യത്തെ ഒരു പാട്ട് വന്നു, അത് പിന്നെ തമിഴ് സിനിമയുടെ അതേ ചേരുവ എൻട്രി ആഫ്റ്റർ ഒരു സോങ്, ഓക്കെ, കുഴപ്പമില്ല. പിന്നെ ഒരു 2 സോങ് ഉണ്ട്. എന്ത് പ്ലേസ്മെൻ്റ് ആണത് എനിക്ക് മനസ്സിലാവുള്ള. എന്തവരാതെ പ്ലേസ്മെൻറ്റാണ്. സീരിയസ് കാര്യം നടക്കുമ്പോൾ സെറ്റ് ഇട്ടിട്ട് പോയി ഡാൻസ് കളിക്കണം. 2000-ൽ തന്നെ നിൽക്കുവാണോ വെങ്കിട്ട് പ്രഭു സാർ? ഇത് കണ്ടിട്ട് എങ്ങനെയാണ് തലപതി വിജയ് ഇതുപോലെ പടം ചെയ്യാൻ തോന്നിയത്? എനിക്കതാണ് മനസ്സിലാകാത്തത്. ഈ പടത്തിൽ നല്ലതെന്ന് എടുത്ത് പറയാൻ കുറച്ച് അവിടെ ഇവിടെ ഒരു ക്യാമിയോ ഒക്കെ വരും ചെറുതായിട്ട്. അത് വരുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ട് കാണാൻ. ഇതിൽ വേറൊരാളുണ്ട്, യോഗി ബാബു. പുള്ളി എല്ലാ തമിഴ് പടത്തിലും ഉണ്ട്. തമാശിക്കാൻ കൊണ്ടുവന്നതാണ്. ഈ വാളിപ്പിറക്കി പുള്ളിയുടെ തമാശ ഇപ്പോൾ ഒട്ടും ഇഷ്ടമല്ലാതെ പോയി. പുള്ളീനെയൊക്കെ ചുമ്മാ കൊണ്ടുവന്നതാണ് ഒരു പേരിന്. പിന്നെ നമ്മുടെ അച്ഛൻ വിജയുടെ ക്യാരക്ടർ കിടിലനായിരുന്നു. എന്നാൽ പിന്നെ ആ പുള്ളിനെ ബേസ് ചെയ്ത് മാത്രം ഒരു കഥ എഴുതിയാൽ പോരെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ എന്തിനാണ് മോൻ വിജയനെ അത്രയും അപരാധ ലുക്കിൽ കൊണ്ടുവന്നിട്ട്, എന്താണെന്നറിയോ, എന്ന് വെച്ചാൽ അത്രയും നേരം വിജയ് ഒരു ക്യാരക്ടർ പിടിച്ചു പോയിട്ടുള്ള വില എല്ലാം കളഞ്ഞു. നമ്മൾ എപ്പോഴും കാണാനുള്ള കോമാളിത്തരവും കാര്യങ്ങളും, ഈവൻ നമ്മൾ വാരിസി കണ്ടില്ലേ കോമാളിത്തരവും കാര്യങ്ങളും. പിന്നെ മറ്റേ നമ്മൾ ഈ അടുത്തൊരു പാട്ടിറങ്ങിയില്ലേ, ഒരു മറ്റേ ക്യൂട്ടി ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞൊരു പാട്ടിറങ്ങിയില്ലേ. ആ പാട്ട്, എൻ്റെ പോനോ, ആ പാട്ടൊക്കെ പ്ലേസ് ചെയ്തേക്കുന്നത് വളരെ അലമ്പായിട്ടാണ്. ഇത്രയും കൂറ പടം. പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരാളുണ്ട്. ഇത് ആരാണ് എഡിറ്റ് ചെയ്ത് വെച്ചേക്കണേ? ഏതാണ്ട് റീൽ ഇപ്പം പിള്ളേർ ഇതിലും നല്ലപോലെ എഡിറ്റ് ചെയ്ത് വയ്ക്കും. ഞാൻ ഇത് എടുത്ത് പറയേണ്ടത് ആ സിനിമ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ക്യാമറ ആംഗിള് എല്ലാം തന്നെ പണ്ടത്തെ. ഇതൊരു 2001-ലോ 2002-ലോ ഈ പടം ഇറങ്ങുമായിരുന്നെങ്കിൽ ഈ പടം ഒന്ന് ഹിറ്റായേനെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. പിന്നെ ലാസ്റ്റ് ഒരു ടൈലൻറ്റ്, അതിൽ ഫ്രണ്ട്സിലെ വിജയില്ലേ, ഫ്രണ്ട്സ് റീമേക്ക് ചെയ്തപ്പോൾ ഒരു വിജയില്ലേ, ആ വിജയിൻ്റെ പേര് കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ പൊന്നോ ഗൈസ്, എനിക്ക് ഇത്രയാണ് പറയാനുള്ളൂ. 3 മണിക്കൂർ 5 മിനിറ്റ്. നിങ്ങൾ പലരും ഈ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതാണ്. ഇപ്പം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഷോയ്ക്ക് 2 മണിക്കൂർക്ക് മുമ്പ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 50% റീഫണ്ട് കിട്ടും. നിങ്ങൾക്ക് സമയം കളയണമെങ്കിൽ പോയി കളഞ്ഞോ, അല്ലെങ്കിൽ ആ 50% റീഫണ്ട് മേടിച്ച്
വീട്ടിലിരുന്ന് വേറെ ഏതെങ്കിലും പടം കാണുക. എനിക്ക് അത്രയാണ് പറയാനുള്ളൂ. പിന്നെ എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ എത്രത്തോളം വലിയ വിജയ് ഫാനാണെന്ന്. അപ്പം എനിക്ക് ഒരപേക്ഷയുള്ളൂ, ആ ലിയോയിൽ ആ പോയ പേര് വീണ്ടെടുത്തതാണ്. ഇനി എന്തിനാണ് പിന്നെ ഇതുപോലത്തെ ഊളപ്പടം? ഈ സ്റ്റോറിയൊക്കെ ഉണ്ടല്ലോ, ഈ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് തമിഴ് പടവും തമിഴും മലയാളവും തെലുങ്ക് പടം എല്ലാം പകുതിക്ക് പകുതി കട്ട് ആൻഡ് പേസ്റ്റ്. ഈ വിജയുടെ തന്നെ അഴകിയ തമിഴ്, പിന്നെ വിജയുടെ തന്നെ സിനിമയിലത്തെ കുറേ കോപ്പിയും, പിന്നെ ഏതാണ് ഏഴാം അറിവ്, ഇതുപോലത്തെ കോപ്പിയടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പടം ആദ്യം മുതൽ അവസാനം വരെയും പോണത്. നിങ്ങളും ഈ പടം കണ്ടവരാണെങ്കിൽ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതിലാകെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അച്ഛൻ വിജയ്, ആ പുള്ളി ഗംഭീരമായിരുന്നു. ഇമോഷണൽ സീക്വൻസ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളായിരുന്നെങ്കിലും പുള്ളി ഗംഭീരമായിട്ട് ചെയ്തതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത ലാസ്റ്റ് ഒരു പടം കൂടി വരണമെന്നാണ് പറഞ്ഞത്. ഇത്രയും കൂടെ സ്ക്രിപ്റ്റ് ആണെങ്കിൽ ലാസ്റ്റ് നിങ്ങളിനി പടം ചെയ്യണ്ട, അതെനിക്ക് പറയാനുള്ളൂ. ഈ സത്യം പറയാലോ, കാലഘട്ടവും നിങ്ങളുടെ ഫാൻസിന് എന്താ വേണ്ടതെന്ന് മാറിയതും അറിയാതെ ഇതുപോലത്തെ കൂറ പടം ഇനിയെങ്കിലും പ്ലീസ് ചെയ്യാതിരിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.